നമസ്തേ. തീർത്ഥം സേവിക്കേണ്ടത് എങ്ങനെയെന്ന് ഇനിയും അറിയാതിരിക്കരുത്. തീർത്ഥം വെറും ജലമല്ല, ക്ഷേത്ര ദർശനത്തിൻ്റെ മുഖ്യ ഭാഗങ്ങളാണ് പ്രസാദം സ്വീകരിക്കലും തീർത്ഥം വാങ്ങുന്നതും. പൂജാരിയിൽ നിന്ന് തീർത്ഥം വാങ്ങിയ ശേഷമാണ് നമ്മൾ പ്രസാദം സ്വീകരിക്കുക. തീർത്ഥം അഭിഷേകം ചെയ്ത ജലമാണ്. ശാസ്ത്രീയമായി നോക്കിയാൽ പല പ്രത്യേകതയുമുള്ള പുണ്യജലം. നമുക്ക് രണ്ട് ഗുണങ്ങളാണ് തീർത്ഥം സേവിക്കുന്നതിലൂടെ ലഭിക്കുക. ഭഗവത് വിഗ്രഹ സ്പർശം കൊണ്ടും മന്ത്രധ്വനികൾ കൊണ്ടുമുള്ള പരിശുദ്ധിയും തുളസി, മഞ്ഞൾ തുടങ്ങിയ ഔഷധ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഔഷധ ഗുണവും. മാത്രമല്ല, ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തുന്ന മാലകളും പൂക്കളും ഒക്കെ ഔഷധ ഗുണമുള്ളവയാണ്. നിത്യേന പ്രഭാതത്തിലെ അഭിഷേകത്തിന് ശേഷം പിറ്റേന്ന് രാവിലെ മാത്രമേ അഭിഷേകം നടക്കൂ. അത്രയും സമയം കൂവളം, തെച്ചി, തുളസി, ചെമ്പരത്തി തുടങ്ങി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള പൂക്കൾ ബിംബത്തിൽ ഉണ്ടാകും. അതുപോലെ ശ്രീകോവിലിനകത്തെ വിളക്കിലെ നാളത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിരി എന്നിവയുടെയും എല്ലാം ചൂടുകൊണ്ട് ഔഷധ പുഷ്പങ്ങളിലെയും ഇലകളിലെയും തൈലങ്ങൾ വിഗ്രഹത്തിൽ ആവിയായി രൂപപ്പെടുന്നു. നിർമാല്യം കഴിഞ്ഞതിന് ശേഷം ജലം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ആ അഭിഷേക ജലത്തിലും ഈ ഔഷധ ഗുണങ്ങൾ ഏറെ ഉണ്ടാകും. അല്പം തീർത്ഥജലം കുടിക്കുന്നതിലൂടെ ശരീരത്തിലെ രക്തചംക്രമണം വർദ്ധിക്കുകയും രക്തത്തിലെ മാലിന്യങ്ങളെ നീക്കി ശരീരം ശുദ്ധമാക്കുകയും ചെയ്യുന്നു. കൈവെള്ളയിൽ നാം സ്വീകരിക്കുന്ന തീർത്ഥം കൈരേഖയിലൂടെ മുഖത്തിന് അഭിമുഖമായി ഒഴുക്കിയാണ് സേവിക്കേണ്ടത്. സേവിച്ച തീർത്ഥജലത്തിന്റെ ബാക്കി ശിരസിലും മുഖത്തും ദേഹത്തും മുഴുവനും തളിക്കുക.